യെശയ്യാ പ്രവാചക പുസ്തകം 55-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അല്ലയോ ദാഹിക്കുന്നവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പമല്ലാത്തതിനാൽ ദ്രവ്യവും വൃത്തി വരുത്താത്തതിനാൽ നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ടാൽ നന്മ അനുഭവിപ്പിൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവിൻ. തിരുവചനത്തിലൂടെ പ്രവാചകൻ അരുളി ചെയ്തത് കൃപായുഗത്തിലെ രക്ഷിക്കപ്പെടുവാനുള്ള വിശുദ്ധന്മാരെ കണ്ടുകൊണ്ടാണ്. അവിടെ നാം വായിക്കുന്നു, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിൽ വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. ഇതിന് സമാനമായ ഒരു പദമാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന്, വായിച്ചാട്ടെ, എന്നിൽ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം. ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലനദികൾ ഒഴുകും. കൃപായുഗത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗത്തിലെ ദൈവം സൗജന്യമായി ആദാമ്യവർഗത്തിന് ഒരുക്കുന്ന രക്ഷയുടെ സന്തോഷത്തിൽ ആ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ദൈവപുത്രനായ യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനെ യെശയ്യാവ് ഇതേ കാര്യം വിളിച്ചു പറയുന്നു, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. ആരാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരേണ്ടത്? ദാഹിക്കുന്ന ഏവരും വന്നുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് വരണം? ദ്രവ്യമില്ലാത്തവർ കടന്നു വരട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്റെ നുകം മൃദു ലഘുവാകുന്നു എന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞതുപോലെ ഇവിടെ ദ്രവ്യാഗ്രഹമില്ലാത്ത ഏവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. സൗജന്യമായി ലഭിക്കുന്ന രക്ഷയെ കുറിച്ചാണ് ഈ പറയുന്നത്. ദ്രവ്യവും പാലും, ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പോൾ പ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ പ്രാപിച്ചെടുക്കാവുന്ന രക്ഷയെ സംബന്ധിച്ച് യഹൂദൻ അങ്ങനെ പലകുറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ, ആമേൻ, പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ലെന്നും, ആമേൻ, കൃപയാണ് മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതെന്നും എല്ലാം മുന്നോടിയായി പ്രവാചകൻ പറയുമ്പോൾ, ആമേൻ, വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുകയും. അങ്ങനെ വന്നവരാണ് നാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപ നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു എന്ന് അറിഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും കൊടുക്കാതെ, ആമേൻ, സ്വന്തം ദാഹത്തോടെ വന്ന് നാം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തെ കേട്ട്, അത്യുന്നതനായ നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ കൃപയെ കേട്ട് രക്ഷയെ പ്രാപിച്ചവരാണ് ദൈവസഭയ്ക്കകത്തുള്ളത്. ദൈവസഭയ്ക്കകത്തുള്ള ആരും എന്തെങ്കിലും കൊടുത്ത് ഈ വിശ്വാസത്തിൽ വന്നവരല്ല. യഥാർത്ഥ ദൈവസഭയിലുള്ള ദൈവമക്കൾ എന്ന് പറയുന്നത് ദ്രവ്യവും വിലയും കൂടാതെ വന്ന് ഈ വീഞ്ഞും പാലും, ആമേൻ, സ്തോത്രം, വാങ്ങിയതാ. ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നവരാ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ വചനം പറയുന്നു, അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? അത് ലോകത്തിലേക്ക് നാം പോകുന്നതിനെ സൂചിപ്പിക്കുന്നു. യഥാർത്ഥമായ ദൈവിക സമാധാനം ലഭിക്കുന്നതിന്
യഥാർത്ഥമായ നിത്യതയെ കിട്ടാത്തതിന്, യഥാർത്ഥമായ സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾക്കല്ലാതെ ഈ ലോകപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആമേൻ ദ്രവ്യവും പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? ഇത് നമ്മോടുകൂടെ ചോദിക്കുക, രക്ഷിക്കപ്പെട്ട നമ്മോടുകൂടെ ചോദിക്കുക. എന്താണ് ചോദ്യം? അപ്പമല്ലാത്തതിന് ദ്രവ്യം കൊടുക്കുക. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അപ്പൊ അപ്പമല്ലാത്തതിന് ദ്രവ്യം നമ്മൾ കൊടുക്കുക. തൃപ്തി വരാത്തതിന് നമ്മുടെ പ്രയത്നഫലം നമ്മൾ ചെലവിടുക. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. വചനത്തിലൂടെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതും ചെലവിടുക. ഈ ലോകം കൊണ്ട് നശിച്ചു പോകുന്ന, ഈ ലോകം കൊണ്ട് ഇല്ലാതാകുന്ന പലതിനും വേണ്ടി നമ്മുടെ ദ്രവ്യത്തെ ചെലവിടുന്നു. നിത്യമായ നിലനിൽക്കുന്നതിലേക്ക് നാം പോകാതെ, ഈ ലോകം കൊണ്ട് തീരുന്ന അപ്പമല്ലാത്തത്, നിലനിൽക്കുന്ന അപ്പമല്ലാത്ത അവൻ ഇവിടെ കൊണ്ട് തീർന്നു പോകുന്ന പലതിനു വേണ്ടി നമ്മുടെ ദ്രവ്യം ചെലവിടുന്നു. തൃപ്തി വരാത്തതിനു വേണ്ടി നമ്മുടെ പ്രയത്നഫലവും നമ്മൾ ചെലവിടുന്നു. ശരിയാണോ? നമ്മുടെ പ്രയത്നഫലം, നമ്മുടെ പ്രയത്നം അവൻ നാം ചെലവിടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. തൃപ്തി വരാത്ത പലതിനും വേണ്ടിയാണ്. ഈ ലോകത്ത് എന്തൊക്കെ കിട്ടിയാൽ നമുക്ക് തൃപ്തി വരും? സമ്പത്തിന് വേണ്ടി നമ്മൾ മോഹിച്ച് വേല ചെയ്യുന്നു. സമ്പത്ത് വേണോ? എത്ര രൂപ കിട്ടിയാൽ തൃപ്തി വരും? ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഒരു എമൗണ്ട് കൊണ്ടുവന്നേ, കൊണ്ടുവന്നു. നാളെ നിങ്ങളുടെ കയ്യിൽ ഈ എമൗണ്ട് കിട്ടിയാൽ നിങ്ങൾ തൃപ്തരാകുമോ എന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചേ. തൃപ്തരാകുന്നില്ല. അപ്പൊ തൃപ്തി വരാത്തതാണ് പലതും. ഈ ലോകത്തിലെ പലതും തൃപ്തി വരാത്തതാ. ശരിയാണോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് തൃപ്തി വരുന്നത് മതിയേന്ന് പറയുന്ന ഒറ്റ സാധനമാണ്. എന്താണെന്നറിയോ? തിന്ന് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഇനി കൊള്ളാൻ പറ്റത്തില്ല, അന്നേരം മതിയേന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ആ മൊമെന്റിലാണേലും നമ്മൾ മതിയെന്ന് പറയുന്നത് ആഹാരമേ ഉള്ളൂ. സമ്പത്ത് എത്ര കിട്ടിയാലും തൃപ്തി വരത്തില്ല. ഞാനിത് ലോകപരമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മളിലൊക്കെ ലോകപരമായ ചിന്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മെ വേട്ടയാടാറുണ്ട്. ശരിയല്ലേ? അപ്പോൾ സമ്പത്ത് എത്ര കിട്ടിയാൽ തൃപ്തി വരെന്ന് ചോദിച്ചാൽ എത്ര സമ്പത്തിന്റെ വേളി ഇരുന്നാലും തൃപ്തി വരത്തില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇതെല്ലാം കൂടി കാണിക്കുന്നത്. സമ്പത്തുള്ള വീണ്ടും വെട്ടിപ്പിടിക്കാൻ തുടങ്ങുന്നത്. തൃപ്തി വരുന്നില്ല. എത്ര ഏക്കർ സ്ഥലം കിട്ടിയാൽ തൃപ്തി വരും? ഒരു സ്ഥലമില്ലാത്തവന് 10 സെന്റ് മതി എന്നുള്ള മിനിമം ആഗ്രഹ. 10 സെന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് തൃപ്തി വരുമോ? ഇല്ല. അപ്പൊ നമ്മുടെ അടുത്ത മോഹം 100 ഏക്കറുള്ളവന് ആ ഏക്കർ കൊണ്ട് തൃപ്തി വരുമോ? വരത്തില്ല. 100 ഏക്കർ ആയി കഴിയുമ്പം അടുത്തതിലേക്കാണ് നമ്മുടെ ഈ. അപ്പോൾ ഈ ലോകത്തിലെ ഒന്നുകൊണ്ട് നമുക്ക് തൃപ്തി വരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താ പറഞ്ഞത്? അപ്പമല്ലാത്തതിന് ദ്രവ്യവും, നിലനിൽക്കുന്ന അപ്പമല്ലാത്ത നിത്യജീവന്റെ അപ്പമല്ലാത്ത ഈ ലോകം കൊണ്ട് നശിക്കുന്ന പലതിനു വേണ്ടി നമ്മൾ ദ്രവ്യത്തെ ഇറക്കിക്കൊണ്ടിരിക്കുക. അതിനോടാണ് നമ്മൾ പലപ്പോഴും അധ്വാനിക്കാൻ പോകുന്നത്. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പലപ്പോഴും നശിച്ചു പോകുന്ന കാര്യങ്ങളെ അതിന്റെ സുഖപ്രദമായ ക്രമീകരണത്തിന് വേണ്ടിയാണ്, അല്ലെ? നശിച്ചു പോകുന്ന പല സാധനങ്ങളുടെയും നശിച്ചു പോകുന്ന പല സംഗതികളുടെയും സുഖപ്രദമായ ഒരു ക്രമീകരണത്തിന് വേണ്ടി രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾ വെപ്രാളപ്പെടുക. പ്രാർത്ഥനാ വിഷയങ്ങളുടെ നല്ലൊരു പങ്ക് എടുത്ത് പരിശോധിച്ചു പോയിക്കുക. ഈ ലോകം കൊണ്ട് തീരുന്ന വിഷയങ്ങളാണ്. ഈ ലോകത്തിനപ്പുറമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പ്രാർത്ഥനാ വിഷയങ്ങൾ വല്ലതും ഉണ്ടോ? ഇവിടെ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? നമ്മളാ ചോദിക്കുന്നത്. ചോദിച്ചത് പഴയ നിയമത്തിലെ ന്യായപ്രമാണ യുഗത്തിലുള്ള ആളുകളോടാണെങ്കിലും നമ്മളാണ് ചോദ്യം. കാരണം ആദ്യത്തെ ചോദ്യം അതാണ്. ദാഹിക്കുന്ന ഏവരും. പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ദാഹമാണോ? അല്ല. നമ്മുടെ മേൽ തന്നിരിക്കുന്ന ഒരു ദാഹമുള്ളവൻ വന്നെങ്കിലേ പ്രയോജനമുള്ളൂ. ദാഹിക്കുന്നവനെ ഇതൊക്കെ സ്വത്രം കൊടുക്കത്തുള്ളൂ. ദാഹിക്കുന്നവന്റെ മേൽ കൃപയുണ്ട് കേട്ടോ. ദൈവത്തിന്റെ അനന്തമായ കൃപ ദാഹിക്കുന്നവന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ആത്മാവിന്റെ ഒരു ദാരിദ്ര്യം എനിക്ക് കർത്താവ് ഇനിയും പ്രാപിക്കണം.
ഇനിയും അങ്ങിൽ നിന്ന് എനിക്ക് പ്രാപിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം നമ്മെ പിടികൂടിയാൽ ആമേൻ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മേൽ കൃപ അനവധിയായി പകർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ. തൃപ്തി വരാത്തത് നിങ്ങളെ പ്രയത്നവും വേർപെടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ. പുഷ്ടബോധം കരിച്ചും മോദിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ചെവിയാഴ്ച എന്റെ അടുക്കൽ വരിൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റോമാലേഖനത്തിൽ ഒരു വചനമുണ്ട്, 10-ാം അധ്യായം 8-ാം വാക്യം. പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമല്ലി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ. നിങ്ങൾക്ക് ബൈബിൾ വായിക്കുന്നവരാണ് ഈ ഭൂരിപക്ഷം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ വളരെ പ്രസിദ്ധമായ വാക്കുകളല്ല. റോമാലേഖനം 10-ാം അധ്യായം 8-ാം വാക്യം. പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമല്ലി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അടുത്ത വാക്യം നമ്മളെ ഏറ്റുപറഞ്ഞിരിക്കുന്ന വാക്കാണ്. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും. അപ്പോൾ പ്രസാദകാലമാണിത്, രക്ഷാ ദിവസമാണ്. ആർക്കും കയറി വരാം, എത്ര തകർന്നവരും കയറി വരാം. പ്രൈസ് ദി ലോർഡ്. അവൻ ഏത് തകർന്നവനും അവൻ ഒന്നുമല്ലാതെ തീർന്നവനും കയറി വരാൻ പറ്റുന്ന ഒരു സുപ്രസാദ കാലമാണിത്. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ സുപ്രസാദ കാലം, ഇത് തന്നെ രക്ഷാ ദിവസം. ഒന്ന് സ്വന്തം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്കകത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവിടെ വായിക്കുന്നു, എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ടു നന്മ അനുഭവിപ്പിൻ. അപ്പൊ ദൈവം നമ്മെ വിളിക്കുന്നത് നന്മ അനുഭവിപ്പാനാ. തൃപ്തി വരാത്തതിൽ വീണ്ടും വീണ്ടും പുറകെ പോകാനല്ല, അപ്പമല്ലാത്തതിന്റെ പുറകെ പിന്നെ പോകാനല്ല, ദൈവത്തിന്റെ നന്മ അനുഭവിക്കണം. പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിന്റെ നന്മ അനുഭവിക്കും. ദൈവത്തിന്റെ നന്മ അനുഭവിക്കുന്നു പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തിന്റെ നന്മകൾ ഇങ്ങനെ വളച്ചു വരിക. ദൈവം നൽകുന്ന നന്മയ്ക്ക് ദൈവിക സമാധാനമുണ്ട്, ദൈവം നൽകുന്ന നന്മയ്ക്ക് ദൈവിക സന്തോഷമുണ്ട്. ഒന്നുമില്ലായ്മയിലും ദൈവത്തിന്റെ നന്മ നൽകുന്ന ദൈവിക സന്തോഷം ദൈവമക്കൾ അനുഭവിക്കും. കാരണം ദൈവശക്തി നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് നമ്മൾ വീട് കിടക്കുന്നവരെങ്കിലും നിരാശപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലാണ് പറഞ്ഞത്, വീട് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും കഷ്ടം അനുഭവിക്കുന്ന കുറെ വാക്കുകളുണ്ടല്ലോ. കാരണം അത്യന്ത ശക്തി നമ്മുടെ മേലുണ്ട്. അവൻ ഇവിടെ പറയുന്നു, പുഷ്ടബോധനം കരിച്ചു മോദിച്ചുകൊള്ളുവിൻ, ദൈവിക അഭിഷേകത്തെ ചുമക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവിക അഭിഷേകത്തെ പ്രാപിക്കുക. നിന്റെ വീഴ്ചകളുടെ മധ്യത്തിൽ എണീറ്റ് നിൽക്കുവാൻ നിനക്ക് കരുത്ത് തരുന്ന ദൈവിക അഭിഷേകത്തെ പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അഭിഷേകത്തോട് അവൻ ഒപ്പം നിൽക്കുവാൻ ഒന്നുമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും അവൻ പകരപ്പെടുന്ന ദൈവിക അഭിഷേകത്തോടൊപ്പം പിടിക്കുവാൻ മറ്റൊന്നുമില്ല. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണ് പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിശ്ചയം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് എന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, വീണ്ടും കിടക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ മധ്യ ശരീരത്തിൽ വെളിപ്പെടേണ്ടത് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ യേശു ഇപ്പോൾ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ഞങ്ങൾ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടാലും ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിയുടെ നിശ്ചയം ഞങ്ങളെ എണീപ്പിച്ചു നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ദൈവ പൈതലിന്റെ അകത്ത് ദൈവം തരുന്ന ഉറപ്പാ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. ദൈവിക അഭിഷേകത്തെ ചുമക്കുക. ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്ന ഒരു മൺപാത്രമാണ് ഞാൻ. മൺപാത്രം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ മൺപാത്രത്തിന്റെ പ്രത്യേകത എന്തുവാ? അത് ഉടഞ്ഞു പോകാൻ വലിയ സമയമൊന്നും വേണ്ട. അത് ഉടഞ്ഞു പോകാൻ, തീർന്നു പോകുവാൻ ആമേൻ സ്വന്തം വലിയ സമയമൊന്നും വേണ്ട. എന്നാൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി, ഈ ദൈവത്തിന്റെ നിക്ഷേപം നമ്മുടെ മൺപാത്രത്തിനകത്തേക്ക് ദൈവം നിക്ഷേപിക്കുമ്പോൾ, ഈ നിക്ഷേപം ഉള്ളത് കൊണ്ടാണ് എന്റെ മൺപാത്രം ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കപ്പെടുന്നത്. കർത്താവിന്റെ നിക്ഷേപം എന്നിൽ ഉള്ളത് കൊണ്ട് ഞാൻ സൂക്ഷിക്കപ്പെടുന്നു. മനസ്സിലായിക്കോ? ഈ അത്യന്ത ശക്തി എന്റെ മൺകൂടാരത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ സൂക്ഷിക്കപ്പെടുന്നത്. ആ ദൈവത്തിന് ഈ ഭൂമിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ദൈവത്തിന്റെ നിക്ഷേപം എന്നാ പറയുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ നിക്ഷേപം എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ ഭൂമിയിൽ ദൈവം നിക്ഷേപങ്ങൾ ഒരുക്കുമോ? ഒരുക്കിയെന്നല്ലേ വാക്യത്തിൽ വായിക്കുന്നത്.
ദൈവത്തിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ്. പരിശുദ്ധാത്മ ശക്തിയുടെ നിക്ഷേപം ഏതൊക്കെ മൺകൂടാരത്തിനകത്ത് വീണിട്ടുണ്ടോ, കാഹളം ധ്വനിക്കുമ്പോൾ അവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നിക്ഷേപം ഈ ഭൂമിയിൽ വിശ്വാസികളുടെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മ ശക്തിയാ. ഈ പരിശുദ്ധാത്മ ശക്തിയുടെ അഭിഷേകമാണ് വീട് കിടക്കുന്ന എന്നെ എണീപ്പിച്ചു നിർത്തുന്നത്. ഈ പരിശുദ്ധാത്മ ശക്തിയുടെ അഭിഷേകമാണ് കഷ്ടം അനുഭവിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കാതെ എന്നെ നിപ്പാൻ ശക്തീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഈ ലോകത്ത് പല സാധാരണ മനുഷ്യരും ആമേൻ സ്വന്തം രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കണ്ടിട്ട് എന്നിട്ടും ഇവൻ തകരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ, ആമേൻ ദൈവങ്ങളെ, നമ്മുടെ അകത്തൊരു അത്യന്ത ശക്തിയുണ്ട്. ആ ഒരു നാം ദൈവവചനത്തിൽ വായിച്ചതുപോലെ, ആമേൻ സ്വന്തം ആ ദൈവവചനത്തിൽ വായിച്ചതുപോലെ, ആമേൻ സ്വന്തം, ആമേൻ പുഷ്ടഭോജനം ഖനിച്ചു മോദിച്ചുകൊള്ളുക. പുഷ്ടഭോജനം, അഭിഷേകം പ്രാപിച്ചുകൊള്ളുക. വീടിനടുത്ത് നിന്ന് നിന്നെ എഴുന്നേൽപ്പാൻ ശക്തി തരുന്നതാണ് ദൈവിക അഭിഷേകം. ദൈവത്തിന്റെ ഈ അഭിഷേകം നിന്റെ മേൽ ഉള്ളത് കൊണ്ട് നീ സൂക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്റെ മൺകൂടാരത്തിന്റെ ബലത്തിലല്ല, എന്റെ മൺകൂടാരത്തിനകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ ദൈവം സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ബലഹീനനായ എന്നെ, ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള എന്നെ, ആമേൻ ചെറിയൊരു പ്രശ്നം മതി മാനസികമായി തകർന്നു പോകാൻ സാധ്യതയുള്ള എന്നെ, ചെറിയൊരു ജീവിതത്തിൽ ചെറിയൊരു വിഷയം മതി, ആമേൻ സ്തോത്രം, ഡിപ്രഷൻ വന്നുകൊണ്ട് ഒന്നുമില്ലാതായി പോകാൻ സാധ്യതയുള്ള എന്നെ, അവന്റെ അഭിഷേകം എന്റെ അകത്ത് നിക്ഷേപിച്ചുകൊണ്ട്, ആമേൻ എന്റെ മൺകൂടാരത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ബലഹീനനായി എന്നെ ബലവാനാക്കി നിർത്തുന്ന ആ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തേ. അവന്റെ സാന്നിധ്യത്തിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, എല്ലാ മൺകൂടാരങ്ങളും അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. റവാല ശഖനാദിയാല ഇവിടെ നാം വായിക്കുന്നു, പുഷ്ടബോധനം കഴിച്ച് ഓദിച്ചുകൊള്ളുവിൻ, നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. അതൊക്കെ ഈ ഭാഗമൊന്നും മനസ്സിലാകത്തില്ല. എന്തുവാണ് ഈ ദാവീദിന്റെ നിശ്ചല കൃപകൾ? ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചു ഉയർത്ത എഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുക. അതാണ് എന്റെ സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ കൃപ നിലനിൽക്കുന്ന ആ കൃപയാണ് പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദാവീദിന്റെ നിശ്ചല കൃപ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയുമാക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും, നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുകയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടി വരും. ദാവീദിന്റെ നിശ്ചല കൃപ എന്തുവാ? ദാവീദ് മരിച്ചു മണ്ണടഞ്ഞു. യേശു ക്രിസ്തുവിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് ഓരോസിങ്ങനെ ചോദിക്കുന്നുണ്ട്. ദാവീദ് മരിച്ചു, നമ്മുടെ അവന്റെ ശവശരീരം, അവന്റെ കല്ലറയും നമ്മുടെ അടുക്കലുണ്ട്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദിനെ കുറിച്ചല്ല ഇത് പറയുന്നത്. ദാവീദ് മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ദാവീദ് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്നു. എന്നാൽ ഇന്നും നിലനിൽക്കുന്ന ആ നിശ്ചല കൃപ എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവനിലൂടെ കൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സകല ജനത്തിനും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു നിൽക്കുന്നു. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ യേശു ക്രിസ്തു മുഖേനയുള്ള ദൈവത്തിന്റെ കൃപ സകല പാപികളെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ആ കൃപ ഉദിച്ചു നിൽക്കുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. ഓ ഹല്ലേലൂയ. അവിടെ പറയാണ് ദാവീദിന്റെ നിശ്ചല കൃപകൾ. പറയാണ്, നിന്നെ അറിയാത്തൊരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധ നിമിത്തവും അവൻ നിന്നെ വാദപ്പെടുത്തിയിരിക്കാൻ തന്നെ നിന്റെ അടുക്കൽ ഓടി വരും. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, ദാവീദിനെ കുറിച്ച് അല്ല പറയുന്നത്.
പ്രൈസ് ദി ലോർഡ്. സകല ജാതികളും ഓടി അടുക്കൽ വന്നത് യേശുവിന്റെ അടുക്കല, അവന്റെ കൃപാസിംഹാസനത്തിന്റെ അടുക്കല. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവങ്ങളെ ഉദിച്ചു നിൽക്കുന്ന ഇടം യേശുവിന്റെ സന്നിധിയാണ്. അങ്ങോട്ടേക്കാണ് സകല മനുഷ്യരും ഓടി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ അടുക്കലേക്കല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവൻ അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചന്വേഷിക്കും. ആമേൻ. ആമേൻ. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചന്വേഷിപ്പിൻ. അപ്പോൾ ഇത് കൃപായുഗമാണ്. കർത്താവിനെ കണ്ടെത്താവുന്ന കാലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം, അല്ലേ? വചനം നിനക്ക് സമീപമായും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഇത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷ വിശ്വാസ വചനം തന്നെ, അല്ലേ? റോമാലേഖനത്തിൽ അങ്ങനല്ലേ പറയുന്നത്? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഇത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന രക്ഷാവചനം തന്നെ. അപ്പോൾ നമ്മൾ ഇനി എവിടെയെങ്കിലുമൊക്കെ യേശുവിനെ സ്വർഗത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റണമോ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ആമേൻ. സ്തോത്രം. വചനം നിങ്ങൾക്ക് സമീപമായി നിങ്ങളുടെ വായിൽ നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന വിശ്വാസവചനം തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നാം കേട്ടു എന്തുവാ? യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഉദിച്ചിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അടുത്ത വാക്യം, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരവരളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ, ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്നുള്ള യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിലൂടെ ആദാമ്യവർഗത്തിന് വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഈ ലഭിച്ച ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വ്യർത്ഥമായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വ്യർത്ഥമായി തീരരുതെന്ന് പറയുന്നത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരവരളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. അടുത്ത വാക്യം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇപ്പോഴാകുന്നു. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന എപ്പോഴൊക്കെയാണ്? അപ്പോഴൊക്കെ സുപ്രസാദ കാലം, രക്ഷാ ദിവസമാണ്. നാളെ ആകട്ടെ, ചാനപ്പെടാൻ തീരുമാനിച്ച ചില ആളുകൾ പറയും ഇന്ന് നാളെ ആകട്ടെ, അല്ലെങ്കിൽ ഇത്ര പൈസ പൂർത്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 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 പല ഡിമാൻഡുകളുമാണ്. കുറച്ചുകൂടെ പഠിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ കൃപ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. പ്രൈസ് ദി ലോർഡ്. എപ്പോൾ നീ ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുന്ന ഈ 1 മിനിറ്റ് ഉണ്ടല്ലോ, ഈ വചനം കേൾക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. ഇന്ന് എന്നൊരു ദിവസം ശേഷിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഇന്ന് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഉള്ള ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപയിലേക്ക്, ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദത്തം നമുക്ക് വേണ്ടി ഉണ്ട്. അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദത്തം നമുക്കുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവരോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. അപ്പൊ ഇതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ആദ്യം എടുത്ത് പരിശോധിക്കുമ്പോ, അവൻ രക്ഷിക്കപ്പെടാനുള്ള ആളുകളെ മൊത്തത്തിലൊരു വിളിയ, ദാഹിക്കുന്നവരും വരട്ടെ, അവൻ എന്റെ വചനം ഭക്ഷിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, എന്റെ വചനത്തിലൂടെയുള്ള രക്ഷയെ അനുഭവിക്കട്ടെ, ഇതെല്ലാം പറഞ്ഞിട്ട് സൗജന്യമായി പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ആമേൻ, ദുഷ്ടൻ ആമേൻ തന്റെ വഴിയെയും നീതി കെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അങ്ങനെ തിരിഞ്ഞാൽ അവൻ അവനോട് കരുണ കാണിക്കും. കേട്ടോ, ഇന്ന് പകലും നമുക്ക് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ കരുണ കാണിക്കുന്നു ദൈവം. എവിടെയെങ്കിലും നാം ദൈവത്തിൽ അകന്ന് പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആമേൻ സ്വന്തം നമ്മോട് ദൈവം കരുണ കാണിക്കാമെന്ന് വാഗ്ദത്തം തരികയാണ്. ആമേൻ. അവന്റെ ഇന്നലെ നമ്മൾ ചിന്തിച്ചപ്പോൾ അവന്റെ ക്ഷമ, ആമേൻ, അവന്റെ ദീർഘക്ഷമ, അവന്റെ ദയ എന്നിവയുടെ ഐശ്വര്യം നിങ്ങൾ നിരസിക്കുന്നുവോ? അല്ലെ?
റോമാലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അവന്റെ ദീർഘക്ഷമ, അവന്റെ ദയ എന്നിവയുടെ ഐശ്വര്യം നിങ്ങൾ നിരസിക്കുന്നുവോ? നിങ്ങളുടെ അനുതാപമില്ലാത്ത ഹൃദയത്താലും കാഠിന്യമുള്ള ഹൃദയത്താലും നമ്മൾ ഈ കർത്താവിന്റെ ദയയും കർത്താവിന്റെ ക്ഷമയൊക്കെ നമ്മൾ മനസ്സിലാക്കി മനം തിരിയുന്നില്ലെങ്കിൽ കർത്താവ് കോപ ദിവസത്തേക്ക് നമ്മൾ തന്നെ കോപത്തെ ചരതിച്ചു വെക്കുക എന്നാണ് പറയുന്നത്, അല്ലേ? ഇന്നലെ നമ്മളതല്ലേ ചിന്തിച്ചേ? റോമാലേഖനം 2-ാം അധ്യായത്തിൽ ആ വാക്യം ഒന്ന് വായിക്കും. ഇതിനോടുള്ള ബന്ധത്തിൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള നമ്മൾ ഈ അനുതാപം, ഈ ചിലക്ക് എത്ര പ്രസംഗം കേട്ടാലും ഹൃദയം ഒന്ന് കഠിനപ്പെട്ടു പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദയയാണ് വീണ്ടും വീണ്ടും മാനസാന്തരപ്പെടാൻ നമ്മളെ ഘോഷിക്കുന്നത്. ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ കരുണയാണ് പിന്നെയും പിന്നെയും നമ്മോട് ഇടപെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഠിനമായി മനസ്സാക്കി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദയയുടെ ദീർഘക്ഷമയുടെ ഐശ്വര്യം നമ്മളങ്ങ് നിരസിക്കുക. അവന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കണമെന്ന് പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിൽ അകപ്പെട്ടിട്ട് നമുക്കൊന്നും പറ്റാത്തത് ദൈവം നമ്മളെ പോലെയുള്ളവനാണെന്ന് നമ്മളങ്ങ് വിചാരിക്കും. നമ്മുടെ ഹൃദയം കഠിനമാകും. ഇവിടെ നാം റോമാലേഖനത്തിൽ നാം ചിന്തിച്ച വിഷയം അവന്റെ ദയ, ക്ഷമ എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുന്നു. നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിവെക്കുക. ദൈവത്തിന്റെ നീതി ഉള്ള വിധി വരുന്ന ഒരു കോപ ദിവസമുണ്ട്. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്, അല്ലേ? നീതിയോടെ വിധിക്കുന്ന ന്യായാധിപനുണ്ട്. അപ്പോൾ ആ ന്യായവിധി ദിവസത്തിൽ ദൈവത്തിന്റെ കോപമുള്ള വിധി വരും. അതിനുവേണ്ടി ദൈവം ഒന്നുകൂടെ കോപിച്ച് നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി മാനസാന്തരപ്പെടാതെ നിലപ്പ് പ്രാപിക്കാതെ കോപം ഇങ്ങനെ ചരതിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം വെച്ചുകൊണ്ട് വിധി നീ തന്നെ ചോദിച്ചു വാങ്ങുക എന്നാ വാക്കിന്റെ അർത്ഥം. ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും മാനസാന്തരത്തിലേക്ക് നിന്നെ നടത്താൻ വേണ്ടി ദൈവം ചെയ്യുന്നതാ കേട്ടോ. ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും നിന്നെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല. ദൈവത്തിന്റെ വചനം വീണ്ടും നാം കേൾക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാ. നമ്മുടെ കാഠിന്യമുള്ള ഹൃദയം ആ കാഠിന്യം ഇല്ലാത്തതായി തീരാൻ വേണ്ടിയാ. ആമേ വചനത്തിന്റെ പുതിയ മർമ്മോ പോയിട്ടോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും അല്ല. അതൊക്കെ മനസ്സിലാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വചനം മുഴുവൻ കേട്ടിട്ടും അതനുസരിക്കുന്നില്ലെങ്കിൽ ആമേ സ്തോത്രം അധികം കടുപ്പമേറിയ ശിക്ഷാവിധി വരുമെന്നാ. പ്രൈസ് ദി ലോർഡ്, അല്ലേ? ആമേ സ്തോത്രം വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതിനെ പ്രവർത്തിക്കുന്നവരായി അനുസരിക്കുന്നവരായി വിളിപ്പി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ചെയ്താട്ടെ. ആമേ പുതിയൊരു മോന് കിട്ടിയോ? അല്ല, നമ്മളോട് ദൈവത്തിന്റെ ദയയാണ്, എന്നോടുള്ള ദൈവത്തിന്റെ ദയയാണ്, എന്നോടുള്ള ദൈവത്തിന്റെ ക്ഷമയാണ്. എന്തിനാണ്? എന്റെ ഹൃദയം കഠിനപ്പെട്ടു പോകാതിരിപ്പാൻ, എന്റെ ഹൃദയം അനുതാപം ഇല്ലാത്തതായി പോകാതിരിപ്പാൻ ദൈവം എന്നോട് കരുണ കാണിക്കുകയാണ്. എന്തിനാണെന്നോ അറിയാമോ? ദൈവത്തിന് എന്റെ മേലുള്ള കോപം ഒന്ന് മാറിപ്പോകണം. ഞാൻ മാനസാന്തരപ്പെട്ടാൽ, ഞാൻ നിരപ്പ് പ്രാപിച്ചാൽ എന്റെ ദൈവത്തിന്റെ എന്നോടുള്ള കോപം മാറിപ്പോകും. ഞാൻ മാനസാന്തരപ്പെടാതിരുന്നാൽ, ഞാൻ മറുതലിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ കോപത്തിന്റെ വിധി എന്റെ മേൽ വരാൻ വേണ്ടി ഞാൻ കോപം വീണ്ടും ചരതിച്ച് കൂട്ടിവെക്കുന്നവനായി തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഓ കർത്താവിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ നാം വായിക്കുന്നു, അവൻ ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. എന്നാ വാക്യമല്ലേ? ധാരാളം ക്ഷമിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ നമ്മെ ധാരാളം ക്ഷമിക്കും. ഈ വാക്യമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ വാക്യമൊക്കെ ഉള്ളപ്പോൾ നാം എന്തിനാണ് ഹൃദയം കലങ്ങുന്നത്? നമ്മോട് ക്ഷമിക്കാൻ സന്നദ്ധനായ ഒരു അപ്പൻ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുത്രന്റെ പരമയാഗത്തിലൂടെ, അവന്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമ്മുടെ പാപക്കറകളെ കഴുകി നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി നിർത്തുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിക്കായി കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന് വിചാരമുണ്ടോ? ദൈവത്തിന് വിചാരമുണ്ട്. മനുഷ്യന് വിചാരമുണ്ടോ? മനുഷ്യന് വിചാരമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നതിനിടയ്ക്കും 100 കൂട്ടം വിചാരങ്ങൾ ചാട്ടുളി പോലെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ദൈവം പറയണേ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. അപ്പൊ ദൈവത്തിന് വിചാരമുണ്ട്.
ദൈവം വിചാരപ്പെടുന്നത് ദൈവത്തെ കുറിച്ചല്ല എന്ന് മാത്രം. മനുഷ്യൻ വിചാരപ്പെടുന്നത് മനുഷ്യനെ കുറിച്ചാണ്. മനുഷ്യന് ദൈവത്തെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? ഈ ദൈവം എങ്ങനെയാണ് ഇങ്ങനെ ദൈവത്തിന് വഴി പറഞ്ഞു കൊടുത്തത്? ചില പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുന്ന പോലെ ചില പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് പ്ലാനും ബുദ്ധിയും ഉപദേശിക്കുന്ന ടൈപ്പ് പ്രാർത്ഥനകളുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്ന, കർത്താവേ നീ ഞങ്ങൾക്ക് നല്ലൊരു ആരാധന തന്നതിനായി സ്തോത്രം. അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ ദൈവത്തിന് ആരാധന കൊടുക്കുക, ദൈവം നമുക്ക് ആരാധന തരികയല്ല. ഇന്നൊരു നല്ല ആരാധന തരണമേ സ്തോത്രം. അപ്പം ദൈവം നമ്മളെ ആരാധിക്കുകയല്ല. കർത്താവേ നിന്നെ ഏറ്റവും നല്ല നിലയിൽ ആത്മാവിൽ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നാണ് പ്രാർത്ഥിക്കട്ടെ. പലപ്പോഴും ആളുകൾ ഇങ്ങനെ ആ ഒരു പ്രാർത്ഥനയുടെ ശൈലിയിൽ നീ ഒരു നല്ല ആരാധന എനിക്ക് തന്നതിനോ ആ സ്തോത്രം. ശരിയാണോ? ആണെങ്കിൽ സ്വന്തം പറഞ്ഞാട്ടെ, ആർക്കും സ്വന്തമില്ലേ? അപ്പൊ നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. അപ്പൊ ദൈവത്തിന് വിചാരമുണ്ടോ? ദൈവത്തിന് വിചാരമുണ്ട്. ആരെ കുറിച്ചാ? ദൈവത്തെ കുറിച്ചല്ല, മനുഷ്യനെ കുറിച്ചാണ്. ദൈവം ദൈവത്തെ കുറിച്ച് വിചാരപ്പെട്ടാൽ ദൈവത്തിന്റെ ദൈവത്വം ഇല്ലാതായിത്തീരും. നമ്മളൊക്കെ പലപ്പോഴും വിചാരപ്പെട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. കാണുമ്പോൾ പലർക്കും വിചാരങ്ങളുണ്ടെന്ന് അറിയാം. ആരെ കുറിച്ച് വിചാരപ്പെടുന്നത്? നമ്മളെ കുറിച്ച് തന്നെ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സറൗണ്ടിങ്സിലുള്ള സംഗതികളെ കുറിച്ച് വിചാരപ്പെടുന്നത്. അങ്ങനെ ദൈവം ഒരു ദിവസം ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ ദൈവത്വം തന്നെ ഇല്ലാതായിരിക്കും. അല്ലേ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന് ദൈവത്തിന് വിചാരപ്പെടുന്ന കാര്യമുണ്ടോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, താൻ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ താൻ വിചാരിക്കുന്ന സംഗതി നടപ്പിലാക്കിയെടുക്കാൻ കഴിവുള്ളവൻ ആ ദൈവം വിചാരപ്പെടുക. ആരെ കുറിച്ചാ? എന്നെ കുറിച്ച്. അപ്പൊ ദൈവം എന്തിനാണ് എന്നെ കുറിച്ച് വിചാരപ്പെടുന്നത്? എന്നെ നമുക്കൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. പക്ഷേ നമ്മളെ ഒരു സ്വാതന്ത്ര്യമുള്ളവരായിട്ട് ദൈവം നിർത്തിയിരിക്കുമ്പോൾ അടിമകളാക്കിയല്ല, നമ്മുടെ മനസ്സും മനസാക്ഷിയും ഇച്ഛയും ഒക്കെ ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിനകത്തുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ദൈവം നമ്മെ കുറിച്ച് നല്ലത് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം പല നന്മകളുടെയും ദൈവത്തിന്റെ പദ്ധതികളും ഒക്കെ നമ്മെ ഏൽപ്പിക്കാൻ വേണ്ടി ദൈവം വിചാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്കൊന്ന് വരണം. ഈ മർക്കോസിന്റെ മത്തായിയുടെ ഒക്കെ സുവിശേഷത്തിൽ ആമേൻ രാത്രിയുടെ യാമങ്ങളിൽ ശിഷ്യന്മാര് പടകിൽ യാത്ര ചെയ്യുമ്പോൾ ആമേൻ കർത്താവ് അമരത്ത് തല വെച്ച് കിടന്നു കർത്താവ് ആമേൻ പടകിന്റെ അമരത്ത് തല വെച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പൊ കാറ്റും കോളും വന്നുകൊണ്ട് തിരമാലകളാൽ പടങ്ങ് മുങ്ങുമാറായപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദാദാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് വിചാരമില്ലയോ? നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യം, നമ്മൾ ആരാധിക്കാൻ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സജീവമാണ്. പക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കാറ്റും കോളും പോലെ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ മേൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നു, നമ്മുടെ മനോധൈര്യം നഷ്ടപ്പെടുന്നു. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ വെമ്പൽ കൊള്ളുന്നു. നാഥാ, ഞാൻ നശിച്ചു പോകുന്നു, എന്റെ കാലിന്റെ അടിത്തറ ഇളകുന്നു, ഓരോ പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ഒന്നായി എന്റെ നെഞ്ചിന് നേരെ ആഞ്ഞടിച്ചു വരുന്നു. ഞാൻ നശിച്ചു പോകുന്നതിന് നിനക്ക് വിചാരമില്ലയോ? ദൈവം പറയും, നിന്നെ കുറിച്ച് എനിക്ക് വിചാരമുണ്ടെന്ന് നിനക്ക് മനസ്സിലാകണം. അതിനാണ് ഈ കാറ്റും കൂടി ഞാൻ അനുവദിച്ചത്. നിന്നെ കുറിച്ച് വിചാരപ്പെടുന്നവനാണ് നിന്റെ ദൈവം എന്ന് നിനക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ കാറ്റും കോളും നിന്റെ ജീവിതത്തിൽ ഞാൻ അനുവദിച്ചത്. അല്ലേ? അങ്ങനെയാ. കർത്താവ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ശിശുമാരെ ചോദിച്ചപ്പോൾ വിചാരമില്ലയോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എഴുതി കാറ്റിനെയും കോളിനെയും കടലിനെയും തിരമാലയെല്ലാം ശാസിച്ചു. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും കേട്ടോ. വിചാരപ്പെടും. ദൈവം പറയാണ്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമായിരിക്കുന്നു. ഒന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങൾക്ക് മേലെയാ, അതുക്കും മേലെയാ. ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങൾക്ക് മേലെയാ. ദൈവം തന്നെ ഒരു ഉപമയും പറയാ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ
എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. ഒന്ന് സ്വന്തം പറഞ്ഞാട്ടെ. നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവത്തിന് നമ്മെ കുറിച്ച് ഉന്നതമായ വിചാരമുണ്ട്. ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ദൈവം ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിന്നോട് വിളിച്ചു പറയുന്നു, എനിക്ക് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. ആകാശം ഭൂമിക്ക് മീതെ എങ്ങനെയാണോ ഉയർന്നിരിക്കുന്നത് പോലെ അമ്മേ നിന്റെ വിചാരങ്ങളെ കാട്ടിലും അപ്പുറമായി ഞാൻ നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമാണ്. വിശ്വസിച്ചുകൊണ്ട് ദൂരേറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഓ നമ്മുടെ ദൈവം വിചാരപ്പെടുന്നു. എന്റെ ദൈവം എനിക്കായി വിചാരപ്പെടുന്നു. എന്റെ ദൈവം എനിക്കായി വിചാരപ്പെടുന്നു. എന്റെ രക്ഷകൻ എനിക്കായി വിചാരപ്പെടുന്നു. എന്റെ പ്രാണനാഥൻ എനിക്കായി വിചാരപ്പെടുന്നു. എനിക്കായി അവൻ വിചാരപ്പെടുന്നത് കൊണ്ട് എന്റെ വിചാരങ്ങളെ ഞാൻ മാറ്റിവെക്കുന്നു. എന്റെ ദൈവം എനിക്കായി വിചാരപ്പെടുന്നു. ഇതൊന്ന് ഹൃദയത്തിനോട് കഴിയുമ്പോൾ സകല ഭയങ്ങളും ആശങ്കകളും അവൻ വലിയ കൊടുങ്കാറ്റിൽ അവൻ കരിലകൾ പാറി പാർത്തതുപോലെ അകത്തുനിന്ന് പാറിപ്പറന്നുകൊണ്ടിരിക്കുക. ഈ വചനത്തെ മുറുകെ കയറി പിടിക്കുക. അവൻ ഇത് എന്നോട് അരുളി ചെയ്ത വചനമാണ്. അവൻ ഇസ്രായേലിനോടല്ല, ഞാനാണ് പുതിയ നിയമ ഇസ്രായേൽ. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു. ദൈവകൃപയുടെ പാനപാത്രം ഞാൻ കുടിച്ചു. എന്റെ കർത്താവിന്റെ രക്ഷ എന്റെ അകത്തവൻ നിക്ഷേപിച്ചു. അത്യന്ത ശക്തി എന്റെ മേൽ നിക്ഷേപിച്ചു. ഞാൻ തകർന്നു പോകാനല്ല, അത്യന്ത ശക്തി എന്റെ മേൽ നിക്ഷേപിച്ചത് എന്റെ ദൈവം എനിക്ക് വേണ്ടി വിചാരപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ വിചാരപ്പെടുന്നത് അതിനപ്പുറമായി എന്റെ നന്മയ്ക്കായ ഒരു പദ്ധതിയുണ്ട്. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശേ, എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിന്റെ പദ്ധതിയല്ല, നിന്റെ നന്മയ്ക്കായുള്ള പദ്ധതി അത്രേ. ഞാൻ നിന്നെ ഒരു മേഘവണ്ടിയാക്കി തീർക്കും. നീ പരാജയപ്പെട്ടു പോകുമെന്ന് തോന്നിയ വിഷയത്തിന്റെ മധ്യത്തിൽ നിന്നെ ഞാൻ ഒരു ബുൾഡോസർ ആക്കി തീർക്കും. അവൻ പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശേ, നിന്നെ ഞാൻ ഒരു മെതിവണ്ടിയാക്കി തീർക്കും. നീ ഭയപ്പെടുന്ന വിഷയത്തിന്റെ മുമ്പിൽ എന്റെ ദൈവം നിന്നെ ഒരു മെതിവണ്ടിയാക്കി തീർക്കും. വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവന്റെ സാന്നിധ്യത്തിന്റെ അഭിഷേകത്താൽ ഇന്ന് പകൽക്കാലം വിടുതലുകൾ നടക്കട്ടെ. ഭയപ്പെടുന്ന വിഷയങ്ങൾ ആമേശ്വരൻ മഞ്ഞുരുകുന്ന പോലെ ഉരുകിപ്പോട്ടെ. എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമുണ്ട്. എന്റെ തലമുറയ്ക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമുണ്ട്. എന്റെ കുടുംബത്തിന് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമുണ്ട്. ആരാധിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എന്റെ തലമുറയ്ക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമുണ്ട്. എന്റെ കുടുംബത്തിന് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമുണ്ട്. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ദൈവത്തിന്റെ വിചാരങ്ങൾ എന്റെ നന്മയ്ക്കാകുന്നത്. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികൾ നിങ്ങളുടെ വഴികൾ ഉന്നതമായിരിക്കുന്നു. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്ത് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വെക്കും തിന്മൻ ആഹാരവും നൽകത്തക്കോണം ഭൂമിയെ നനച്ച് പർവ്വതാക്കി വിളിക്കുന്ന പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതെ, വിശ്വസിച്ചേ. ഇന്ന് സഭാമധ്യേ ദൈവം പുറപ്പെടുവിച്ച വചനം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. ഒന്ന് നെഞ്ചത്ത് കൈതൊട്ട് പറ, ഈ വചനത്തിലൂടെ ഇവൻ എന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ദൈവമുണ്ടെന്ന്. ഞാൻ ഇന്ന് സഭാമധ്യം കേൾക്കുമ്പോൾ എന്റെ വിചാരങ്ങൾക്ക് അപ്പുറമായി ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആമേ സ്തോത്രം, ആമേ എന്നെ കുറിച്ച് വിചാരപ്പെടുന്ന എന്റെ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽക്കാല വിശുദ്ധ സഭയിൽ പുറപ്പെടുവിച്ചെങ്കിൽ ഈ വചനം ആമേൻ ദയച്ച കാര്യം ആമേൻ നിവർത്തിച്ചത് മടങ്ങി വരും. എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങളെ കുറിച്ച് എനിക്ക് ഒരു വിചാരമുണ്ട്. അതുകൊണ്ട് കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞ ദൈവപുത്രന്റെ ശബ്ദം നിന്റെ ജീവിതത്തിലെ കാറ്റും കോളിന്റെ മേൽ, നിന്റെ കുടുംബത്തിലെ കാറ്റും കോളിന്റെ മേൽ, നിന്റെ തലമുറയെ അപകടിച്ചു കൊണ്ടുപോകാൻ വീശുന്ന കാറ്റും കോളിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ. വിശ്വസിക്കുന്നുവെങ്കിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വചനം ഏറ്റെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പുറപ്പെട്ടു വന്ന ദൈവവചനത്തിന്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെ തലമുറകൾ വെളിപ്പെടട്ടെ.
വാഗ്ദത്തങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അത് നിറവേറ്റപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആമേൻ. സ്തോത്രം. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ അയച്ച കാര്യം സമർപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. ദൈവത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. ഹൃദയത്തിനകത്തേക്ക് വചനം നൽകുന്ന ഉറപ്പ് നമ്മൾ ആദ്യമേ വായിച്ചു. എന്തുവാ? അപ്പമല്ലാത്തതിനും ദ്രവ്യവും തൃപ്തി വരാത്തതിനും നിങ്ങളെ പ്രയത്നങ്ങളും ചെയ്യേണ്ടത് എന്തേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവവചനത്തിനകത്ത് ആമേൻ സ്തോത്രം. എന്തുകൊണ്ട്? സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അടുത്ത വാക്യം, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പണക്കാരയ്ക്ക് പകരം കൊഴുത്ത് മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. ദൈവവചനത്തിന്റെ ശക്തിയാൽ ദൈവം നമ്മെ ഉയർപ്പിച്ചു നിർത്തും. ആമേൻ. നമ്മുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ സങ്കടങ്ങളെ സന്തോഷങ്ങളാക്കുമെന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. നമ്മുടെ താഴ്ചകളെ ഉയർച്ചകളാക്കുമെന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. മനസ്സിലായോ? നമ്മുടെ പാപത്തെ പരിഹരിച്ചിട്ട് നമ്മുടെ ശാപത്തെ അനുഗ്രഹമാക്കും. നമ്മുടെ താഴ്ചകളെ ഉയർച്ചകളാക്കി തീർക്കും. നമ്മുടെ സങ്കടങ്ങളെ സന്തോഷങ്ങളാക്കി തീർക്കും. ആമേൻ. ദാഹിക്കുന്നവൻ ദൈവത്തിന്റെ കൃപയിലേക്ക് വരുമ്പോൾ ദൈവം അവനെ ഏറ്റെടുക്കുന്നു. അവന് കൃപ അധികമായി പകരുന്നു. ഓരോ ദിവസവും ഒരു വചനം കൊടുക്കുന്നു. ഇപ്പോൾ ആകുന്ന സുപ്രസാദ കാലം. ദൈവത്തിന്റെ കൃപ വ്യക്തമായി തീരാതെ നമ്മുടെ ജീവിതത്തിൽ അനുദിനം പുഷ്ടിപ്പെടുന്ന അനുഭവങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വിചാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്ന് അകത്തൊരു ഉറപ്പ് തന്നിട്ട് ദൈവവചനത്തിന്റെ ഉറപ്പിൽ നിങ്ങളെ ജയത്തോടെ നിർത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വചനത്തിന്റെ ശക്തി ഓരോ ദിവസവും അയച്ചുകൊണ്ട് ആമേൻ സ്തോത്രം. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും വെച്ചുകൊണ്ട് ഭൂമിയെ ഫലപുഷ്ടമാക്കി തീർക്കുന്ന വചനം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയയോ. ദൈവവചനത്തിന്റെ ഉറവിടം ദൈവമാകിയ, ദൈവവചനത്തിന് വ്യഞ്ജനമില്ലാകിയ വചനത്തിന്റെ ശക്തിയും അനുഗ്രഹങ്ങളും ആമേൻ നമ്മെ തേടി വരും വിശ്വസിക്കുന്നുവെങ്കിൽ കരങ്ങളടിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങളുടെ സങ്കടങ്ങളെ സന്തോഷങ്ങളാക്കി തീർക്കുക, നിങ്ങളുടെ താഴ്ചകളെ ഉയർച്ചകളാക്കി തീർക്കുന്ന, നിങ്ങളുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന ജീവനുള്ള ദൈവം. ഇതാണ് യെശയ്യാ പ്രവാചക പുസ്തകം 55-ാം അധ്യായം മുഴുവനും പുതിയ നിയമ ഭക്തനായ എന്നെ കുറിച്ചുള്ളതാണ്. ഇത് കേട്ടിട്ട് തളർന്നും താളടിയായി പോകാനല്ല, സന്തോഷത്തോടെ ഞാൻ പുറപ്പെടുന്നു. എന്റെ ദൈവം എന്നെ ജയാളിയാക്കി നിർത്തും. ദൈവത്തിന്റെ കരത്തിന്റെ സുരക്ഷിതമാണ്. അവന്റെ അത്യന്ത ശക്തി എന്റെ മൺകൂടാരത്തിലുണ്ട്. ഞാൻ വീണു പോയാലും നിലംപരിച്ചാകത്തില്ല. ഞാൻ വീട് കിടക്കുന്നവരെങ്കിൽ നിരാശപ്പെടത്തില്ല. കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ ഞാൻ ഞെരുക്കത്തിൽ പോകത്തില്ല. കാരണം എന്റെ അകത്ത് അത്യന്ത ശക്തി ഉണ്ടെന്നൊന്നും പറഞ്ഞ് എന്റെ കർത്താവേ, നിന്റെ അത്ഭുത സാന്നിധ്യം, ആ നിക്ഷേപം എന്റെ മൺകൂടാരത്തിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടാകിയാൽ ദൈവം എനിക്ക് തുടർന്ന് പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് നമുക്ക് ധൈര്യം